എന്തൊക്കെയാണെന്ന് ഇങ്ങനെയാണോ സിനിമ അഭിനയിക്കുന്നത്? ഇവള് കരുതി കൂട്ടി എന്റെ മോളെ തല്ലിയതാ. പ്ലീസ് പ്ലീസ്, എന്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് വന്നപ്പോ മുതൽ എന്റെ മോളെ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നീ കരുതി കൂട്ടി തല്ലിയതാ. കൺമുന്നിൽ കണ്ട ഒരാളെ അമ്മയാണെന്ന് സങ്കല്പിക്കും. എളുപ്പല്ലേ? അല്ല, ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര താല്പര്യം? ശ്യാമ യഥാർത്ഥത്തിൽ രാധികയുടെ അമ്മയാണെങ്കിലോ അങ്ങനെ സംഭവിച്ചൂടെ? പിന്നെ ഇത്രയും സമ്പന്ന സ്ഥിതിയിൽ കഴിയുന്ന ശ്യാമ മേഡം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ദേവനാരായണൻ വരുന്ന വഴിയില് അങ്ങ് കൊണ്ടുവയ്ക്കല്ലേ? എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശിയുടെ ശ്രമം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. രാധിക ശ്യാമ മേഡത്തിന്റെ മോളാണെങ്കിലേ കണിമംഗലത്ത് വന്നു കയറാൻ എളുപ്പമാണെന്ന് പറയാൻ പറ്റുമല്ലോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ശ്യാമ മേഡം ഒക്കെ വലിയ വലിയ ആൾക്കാരാ. ഇത്തരം ചീഞ്ഞ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് അത് ഈ പത്രത്തിലും ഓൺലൈനിലും ഒക്കെ വരുത്താൻ നിക്കണ്ട. നാണക്കേടാ. ആൾമാറാട്ടത്തിന് പിടിക്കപ്പെട്ടാലേ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരും. പിന്നെ ചെറിയമ്മയ്ക്ക് പിന്നെ കേസിന്റെയും ജയിലിന്റെയും ഒക്കെ കാര്യങ്ങള് നല്ല നിശ്ചയമാണല്ലോ. അല്ല, ചെറിയച്ഛൻ സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നുണ്ടേ. അല്ല, നീ ഇപ്പൊ രാധിക ശ്യാമ മേഡത്തിന്റെ മകളാണെന്ന് തെളിയിക്കാൻ നടക്കാണോ? എങ്കി അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്ക്. ഞാൻ എന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കാം. മതിയോ? ഉർവശി, ആവശ്യമില്ലാത്ത വാക്കൊന്നും പറയണ്ട. കെട്ട നേരത്താണ് പറയുന്നതെങ്കില് അത് ചിലപ്പോ അങ്ങ് ഫലിക്കും. ചെറിയമ്മ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഞാനും ചെയ്യാം. പറ്റുമെങ്കിലേ ശ്യാമ മേഡത്തിന്റെ മകളാണെന്ന് തെളിയിക്കും. എന്റെ മോളെ, നീ ഇതൊന്നും കേക്കാൻ നിക്കണ്ട. ഇനിയിപ്പൊ യഥാർത്ഥത്തിൽ ശ്യാമ മാഡം നിന്റെ അമ്മയാണെങ്കി ആ അമ്മ നിന്നെ തേടി വരും. ഒന്നും മിണ്ടാതിരുന്ന മുത്തശ്ശി. ശ്യാമ മേഡത്തിന് അങ്ങനൊരു മകളൊന്നും ഇല്ല. ഞാൻ എത്രയോ കാലം മുൻപ് എത്രയോ വീക്കിലിയുള്ള അവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിലൊന്നും അങ്ങനൊരു മോളെ കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്യാമ മേഡത്തിന് കുഞ്ഞില്ല. എന്റെ ഭാഗ്യത്തിന് ശ്യാമ മേഡത്തിന്റെ ഒരു രൂപസാദൃശ്യം കിട്ടി, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിലേ മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ രാധികയും കൊണ്ട് ശ്യാമ മേഡത്തിന്റെ വീടിന്റെ പടിക്കൽ ചെന്ന് സത്യാഗ്രഹം ഇരിക്കും. പോകുമ്പോ ഞങ്ങളെ ഏട്ടത്തെയും കൂടി വിളിക്കാം. റെഡി ആയിട്ട് നിന്നോ. നമുക്ക് കണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോന്ന് സംസാരിച്ചപ്പോഴേക്കും അസൂയ വരുന്ന വഴി കണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തം കഴിഞ്ഞ് നിൽക്കിയ ഒരാളിവിടെ. അതിനിടയിൽ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷം അങ്ങ് ആഘോഷിക്കാൻ പോവും. ഓക്കെ? എന്താടാ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നേ? നേരെ പിടിക്കടാ, ഇങ്ങോട്ട് പിടിക്കാൻ. പ്രിയങ്ക, കഴിഞ്ഞ ഡയലോഗിൽ എടി എന്നൊരു വിളിയുണ്ടല്ലോ, ദെൻ മെറിൻ അടിക്കുന്നു. ഓക്കെ അല്ലേ? മെറിൻ റെഡിയല്ലേ? റെഡിയാണ് സർ. ഷാവുൽ റെഡിയാണോ? റെഡി സർ. ഓക്കെ, നമുക്ക് ടാഗ് പോകാം. ഓക്കെ സർ. ആക്ഷൻ. എടി I'm sorry. I'm sorry. എന്താ പറ്റിയത്? സർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പ്രിയങ്ക, ആർ യു ഓക്കെ? എന്തൊക്കെയാണെന്ന് ഇങ്ങനെയാണോ സിനിമ അഭിനയിക്കുന്നത്? ഇവള് കരുതി കൂട്ടി എന്റെ മോളെ തല്ലിയതാ. പ്ലീസ് പ്ലീസ്,
എന്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് വന്നപ്പോ മുതൽ എന്റെ മോളെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നീ കരുതി കൂട്ടി തല്ലിയതാ. പകരം നിന്റെ കരുണക്കുറ്റിക്ക് ഞാനൊന്ന് തരട്ടെ. അയ്യോ സർ, ഞാൻ സോറി പറഞ്ഞു. ഇതൊക്കെ ഷൂട്ടിങ്ങിനിടയിലെ സാധാരണ കാര്യല്ലേ? നിനക്ക് ഇതൊരു സാധാരണ കാര്യമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. മുത്തശ്ശി ഒന്നെങ്കിൽ വന്നേ. എന്താ സർ ഒരു മിനിറ്റ്. മുത്തശ്ശി വാ, എന്നെ പറയട്ടെ. എനിക്കത് ചോദിക്കാം. വാ. ഐ എം സോറി സർ, പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മുത്തശ്ശി അത് കാര്യമാക്കണ്ട, ഇതൊക്കെ സംഭവിക്കാറുള്ളതാ. എടി, അങ്ങനെ നിന്റെ ദേഹത്ത് തൊട്ടിട്ടേ അവൾ ആളാവണ്ട. മുത്തശ്ശി ഇവിടെ ഇരുന്നോ, അങ്ങോട്ട് വരണ്ട. നീ പിന്നെ ചെന്ന് അവളുടെ തല്ലുകൊള്ളാൻ പോവാണോ? മുത്തശ്ശി ഇത് സിനിമയാ, ഒന്ന് അടങ്ങിയിരിക്കോ ഇവിടെ. പക്ഷേ നീ നോക്കിക്കോടി മോളെ, ഈ സിനിമ തീർന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ നടുമ്പുറത്ത് ഞാൻ ചവിട്ടിയിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യാന്നറിയില്ല. രണ്ടുപേരും അഭിനയിച്ചു പോയി. ആഹാ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഞാൻ കരുതി ശ്യാമാമേടായിട്ട് ഒന്നിച്ച് പാട്ടുപാടിയ സന്തോഷത്തിൽ ആളിങ്ങനെ പാറിപ്പറന്ന് നടക്കുകയായിരിക്കുന്നു. എന്റെ മനസ്സ് ഏകദേശം ഈ പറഞ്ഞ അവസ്ഥ തന്നെയാ. പക്ഷെ ശ്യാമ മാഡത്തിന്റെ ഒപ്പം എന്നെ പാടിക്കുന്ന വിധത്തിൽ എത്തിച്ച ഒരാളുണ്ടല്ലോ, ഫിദ മാഡം. എന്റെ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ ഇക്കാര്യം ഫിദ മാഡത്തിനോട് ഞാൻ തന്നെ നേരിട്ട് പറയണ്ടേ? അത് കറക്റ്റാ. വാ. ആ രാധിക മോളെ, വലിയൊരു അനുഗ്രഹം കിട്ടിയെന്ന് കേട്ടല്ലോ. കിട്ടി മാഡം. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തന്നൊരു അനുഗ്രഹം. മോളെ ഫിദ മാഡം, കാര്യങ്ങളൊക്കെ ആരതി ചേച്ചി പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ പാട്ട് പാടാൻ എന്നെ ഒപ്പം കൂട്ടണമെന്ന് ഫിദ മാഡം പറഞ്ഞതല്ലേ ശ്യാമ മാഡത്തിനോട്? ഞാൻ എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞാലും ഇത്രയും വിശ്വസ്തയായൊരു ഗായിക ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരാളെ വെറുതെ അങ്ങ് കൂടെ കൂട്ടുവോ? പിന്നെങ്ങനെയാ എന്നെ കുറിച്ച് ഇത്രയും കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് കൂടെ പാടണം എന്നൊക്കെ നിർബന്ധിച്ചത്? ആ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണെങ്കിലോ? എല്ലാം തിരിച്ചറിഞ്ഞിട്ടോ? എന്ന് പറഞ്ഞാ മോളുടെ സ്വഭാവവും സ്വരശുദ്ധിയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട്. ഇനി ചിലപ്പോ എവിടെയെങ്കിലും ശ്യാമ മാഡം എന്നെ ഇതുപോലെ കൂടെ വിളിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ആണെങ്കില് അത് ഏതെങ്കിലും പൊതുവേദിയിലാണെങ്കില് ഫിദ മാഡം കൂടി അത് വന്ന് കാണണം കേട്ടോ. എന്റെ ഒരു ആഗ്രഹം. അതെങ്ങനെയാ മോളെ? ശ്യാമയും രാധികയും സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ ഫിദയ്ക്ക് എങ്ങനെയാ കാണികളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പറ്റുക?